ഹായ് ഓൾ, എൻ്റെ പേര് ജോയൽ, കോസ്റ്റ് അക്കൗണ്ടൻ്റ് ആണ് ആൻഡ് ഓൾസോ യുവർ ഫാക്കൽറ്റി ഫോർ FM ആൻഡ് BDA. സോ നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോയുടെ ഉദ്ദേശം ഹൗ ടു സ്കോർ 60+ ഇൻ FM ആൻഡ് BDA. നമ്മുടെ സബ്ജക്റ്റിൽ എങ്ങനെ നമുക്ക് എക്സംഷൻ അടിക്കാം, ഇതാണ് സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ. അതിനായിട്ട് നമുക്ക് വേണ്ടത് സ്മാർട്ട് സ്റ്റഡിയാണ്. ഇനിയും വളരെ കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. സോ ഇത്രയും ദിവസം കൊണ്ട് എങ്ങനെ സ്മാർട്ടായിട്ട് പഠിച്ച് നമുക്ക് എക്സംഷൻ അടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. സോ നിങ്ങളൊരു പക്ഷേ ക്ലാസ് കണ്ടവരായിരിക്കും, ക്ലാസ് ഫുള്ള് കണ്ടു തീർത്തിട്ട് ഇനിയും പഠിക്കാൻ പോകുന്നവരായിരിക്കും. അതല്ല ഇനിയും തുടങ്ങാൻ പോകുന്നവരായിരിക്കും. ഇനിയും തുടങ്ങാൻ പോകുന്നവർക്കാണെങ്കിലും ഓൾറെഡി കണ്ടു കഴിഞ്ഞവർക്കാണെങ്കിലും എങ്ങനെ ഒരു എന്താ പറയുക, ഒരു എഫിഷ്യൻ്റായ ഒരു മെത്തേഡിലൂടെ പോയി പാസ്സാകാൻ പറ്റും, എക്സംഷൻ അടിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ വീഡിയോയുടെ പർപ്പസ്. നമുക്കപ്പം ടോപ്പിക്കിലൊക്കെ പോകാം. നമ്മുടെ വെയിറ്റേജ്. സോ നിങ്ങൾക്കറിയാം FM 80 മാർക്സ്, BDA 20 മാർക്സ്. ഓക്കെ, BDA പക്ക തിയറി ഏരിയയാണ്, നമ്മളതിന് നോട്ടൊക്കെ തരുന്നുണ്ട്. FMനെ പറ്റി പറയാനാണെങ്കിൽ നമ്മൾ എല്ലാ പ്രോബ്ലംസും നമ്മൾ ക്ലാസ്സിൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, FMൽ തന്നെ വരുമ്പോൾ ഈ ഒരു 80 മാർക്സിൻ്റെ വെയിറ്റേജിനകത്ത് പറയാനാണെങ്കിൽ ഈ ഒരു 10 മാർക്ക് എന്ന് പറയുന്നത് തിയറി ആയിരിക്കും. ഈ സെക്കൻഡ് ചാപ്റ്റർ തിയറിയാണ്. BDA ഫുള്ളും തിയറിയാണ്. സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ പറയാം, നിങ്ങൾക്ക് തീരെ പറ്റണില്ല എന്നുണ്ടെങ്കിൽ ഈ സെക്കൻഡ് ചാപ്റ്ററിന് സ്കിപ്പ് ചെയ്തോണം. ഓക്കെ, അത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ BDA സ്കിപ്പ് ചെയ്യാൻ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യത്തില്ല. ഭയങ്കര എളുപ്പമാണ്, അതുകൊണ്ട് തന്നെ എന്താണ് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നമുക്കിനി നോക്കാം. സോ നിങ്ങളിൽ പലരും ചിലപ്പോൾ ആദ്യമായിട്ട് എക്സാം എഴുതാൻ പോകുന്നവർ കാണും. അതല്ല വീണ്ടും റിപ്പീറ്റേഴ്സ് കാണും. സോ എന്തായാലും നമുക്ക് എക്സാം പാറ്റേൺ ഒന്ന് പഠിക്കാം. പാറ്റേൺ പഠിക്കാതെ നമ്മൾ ഏത് എക്സാം എഴുതിയിട്ടും കാര്യമില്ല. സോ ഞാൻ എക്സാം പാറ്റേണിനെ ഒന്ന് സ്ട്രക്ചർ ചെയ്തിട്ടുണ്ട്. നമുക്ക് എങ്ങനെ നമ്മുടെ എക്സാം പാറ്റേൺ വരുന്നത്? നമുക്കെപ്പോഴും സെക്ഷൻ A ഉണ്ട്. സെക്ഷൻ A എന്താണ്? MCQ ആണ്. ഇതിനകത്ത് നമുക്ക് ക്വസ്റ്റ്യൻ 1 വരുന്നത്. ക്വസ്റ്റ്യൻ 1 MCQ ആണ്. 15 ക്വസ്റ്റ്യൻസ് കാണും, ഓരോന്നിനും 2 മാർക്സ് വെച്ച്, അങ്ങനെ മൊത്തം 30 മാർക്സ്. സെക്ഷൻ B ഉണ്ട്. സെക്ഷൻ B ഡിസ്ക്രിപ്റ്റീവ് ആണ്. ഇതിൽ 5 ക്വസ്റ്റ്യൻസ്, 7ൽ 5 ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ചോയ്സാണ്. ഓക്കെ, ഏതെങ്കിലും 5 ക്വസ്റ്റ്യൻസ് എഴുതിയാൽ മതി. ഒരു ക്വസ്റ്റ്യന് 14 മാർക്ക്. 14 × 5 70 മാർക്ക്. അങ്ങനെ മൊത്തം 100 മാർക്ക്. ഇതാണ് നമ്മുടെ എക്സാം പാറ്റേൺ. ഓക്കെ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇനി അറിയത്തില്ലെങ്കിലും ശ്രദ്ധിച്ചു കേട്ടോ. അപ്പോൾ ഇതിനെ ഞാനൊന്ന് സ്ട്രക്ചർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ പാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ഇതൊക്കെ നോക്കിയിട്ട് നമുക്കൊരു പാറ്റേൺ ഉണ്ട്, നോക്കാം. ഇതാ നോക്കിക്കോ. സെക്ഷൻ A ക്വസ്റ്റ്യൻ 1ൽ ഓൾമോസ്റ്റ് ഒരു 12 ക്വസ്റ്റ്യനോളം FM നിന്ന് വരും. ചിലപ്പോൾ 12 അല്ലെങ്കിൽ ഒരു 11 ക്വസ്റ്റ്യൻ FM നിന്ന് വരാം. ഓക്കെ, ചിലപ്പോൾ 11, 4 ഇങ്ങനെ ആവാം. ഓക്കെ, 3 ക്വസ്റ്റ്യൻ BDA എന്നും വരാം, 3-4 ക്വസ്റ്റ്യൻ BDA എന്നും വരാം. ഓക്കെ, സോ അങ്ങനെ മൊത്തം 30 മാർക്ക് വരുന്നത്. 30 മാർക്കിൻ്റെ സ്പ്ലിറ്റ് പോകുന്നത് ഇങ്ങനെ. ഓക്കെ, FMയിൽ നിന്ന് 12ഓളം ക്വസ്റ്റ്യൻസും BDAയിൽ നിന്ന് 3ഓളം ക്വസ്റ്റ്യൻസും. ഇതെല്ലാം നമ്മൾ എഴുതുകയും വേണം. സോ നിങ്ങളൊന്ന് ആലോചിച്ച മക്കളെ, ഇതിനകത്തുനിന്ന് മൊത്തത്തിൽ ഒരു 15ൽ ഒരു 12 എണ്ണമെങ്കിലും മൊത്തത്തിൽ ശരിയാക്കുവാണെങ്കിൽ, FM + BDA ടോട്ടൽ MCQസിനകത്തുനിന്ന് ഒരു 12 എണ്ണമെങ്കിലും ശരിയാക്കുവാണെങ്കിൽ നിങ്ങൾക്കൊരു 24 മാർക്ക് ഇവിടെ തന്നെ സ്കോറാവും. ഓക്കെ, അപ്പം അതെവിടെ നിന്ന് പഠിക്കണം? അതാണ് ഞാനിവിടെ ഏരിയ ഫോക്കസ് എന്ന് എഴുതിയേക്കുന്നത്. MCQs എങ്ങനെ പഠിക്കണം? 1, ഓരോ ചാപ്റ്ററിൻ്റെ ബാക്കിലും ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള MCQ ക്വസ്റ്റ്യൻസ് മസ്റ്റായിട്ട് നോക്കണം. 2, ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന MCQ ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ട്, സൈറ്റിൽ അവൈലബിൾ ആണ്, അതുറപ്പായിട്ടും നോക്കണം. 3, ഇൻഡിവിജ്വൽ സ്മോൾ ഏരിയാസ്. എന്താ ഇൻഡിവിജ്വൽ സ്മോൾ ഏരിയാസ്?
ചില ചാപ്റ്റേഴ്സിനകത്ത് മറ്റു ക്വസ്റ്റ്യൻസിനകത്ത് മിക്സ് വരാതെ വരുന്ന ചെറിയ ചെറിയ ഏരിയാസ് കാണും, അല്ലെങ്കിൽ മിക്സായിട്ട് ചോദിക്കാൻ പറ്റും എന്നാൽ ഇൻഡിവിജ്വലായിട്ട് ചോദിക്കാൻ പറ്റുന്ന ഏരിയാസ് കാണും. ഒരു ഉദാഹരണത്തിന് നമ്മുടെ ഗോർഡൻസ് മോഡൽ ഷെയർസിൻ്റെ MPS കണ്ടുപിടിക്കാൻ നമ്മളോട് ചോദിക്കാം, ഒറ്റ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാം. നമുക്ക് വേണമെങ്കിൽ എന്താണ് 2 മാർക്കിൻ്റെ ഒരു സിംഗിൾ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാമല്ലോ. അതേപോലെ തന്നെ നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനകത്തുനിന്ന് നമ്മുടെ KO കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ KP കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർസ് കണ്ടുപിടിക്കാൻ ഇൻഡിവിജ്വലായിട്ട് ചോദിക്കാം. അങ്ങനത്തെ ചെറിയ ചെറിയ ഏരിയാസ് അതൊക്കെ നമുക്ക് എന്താണ് ഈ ഒരു ഇതിനകത്ത് വരും. MCQനകത്ത് സെക്ഷൻ എക്കകത്ത് നമുക്ക് മസ്റ്റായിട്ട് എക്സ്പെക്റ്റ് ചെയ്യാം. സോ ഇത്രയും പഠിച്ചാൽ തന്നെ എന്താണ്, നിങ്ങൾക്ക് 15 കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ തന്നെ 30 മാർക്ക് വീണ് കഴിഞ്ഞു. പിന്നെ 10 മാർക്ക് മതി ജയിക്കാൻ. ചിന്തിച്ച് നോക്ക്. സോ ഇതാണ് നിങ്ങൾ ഫസ്റ്റ് ഫോക്കസ് ചെയ്യേണ്ടത്. MCQs നന്നായിട്ട് സ്കോർ ചെയ്യാൻ നോക്കണം എക്സാമിന് മുമ്പ്. അതിനായിട്ട് തന്നെ എന്തൊക്കെ നോക്കണം? ടെക്സ്റ്റ്, ക്വസ്റ്റ്യൻ ബാങ്ക്, പിന്നെ നമ്മൾ പഠിക്കുമ്പോഴുള്ള കൊച്ചു കൊച്ചു ഏരിയാസ്, സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത ഏരിയാസ് ഉണ്ട്. ഓക്കെ, ഇതൊന്നും സ്കിപ്പ് ചെയ്യരുത്. സോ ക്വസ്റ്റ്യൻ 1 കഴിഞ്ഞു. അടുത്ത് സെക്ഷൻ ബിയിലേക്ക് വരുമ്പോൾ, സെക്ഷൻ ബിയിൽ ഞാൻ പറഞ്ഞു നമുക്ക് എന്താ ഉള്ളത്, നമുക്ക് 7 ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും 5 ക്വസ്റ്റ്യൻസ് എഴുതിയാൽ മതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ 2 തൊട്ട് ക്വസ്റ്റ്യൻ 8 വരെയുണ്ട്. ഇതിൽ ഏതെങ്കിലും 5 എണ്ണം. ഇതിൽ തന്നെ ഞാൻ പറഞ്ഞു നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഒക്കെ വെച്ചിട്ട് ഞാൻ ഡെറൈവ് ചെയ്ത പാറ്റേൺ ആണ്. നോക്കിക്കേ, സെക്ഷൻ ബി വരുമ്പോൾ ക്വസ്റ്റ്യൻ 2 എല്ലാ വർഷവും തിയറിയാണ് ചോദിക്കുന്നത്. ക്വസ്റ്റ്യൻ 2 വരുന്നത് എന്താണ്? തിയറി. അതിൽ A പാർട്ട് FME എന്നും B പാർട്ട് ഡേറ്റ അനലിറ്റിക്സ് എന്നും ആയിരിക്കും ചോദിക്കുന്നത്. അതിൽ തന്നെ ഏരിയ ഫോക്കസ് നോക്കിക്കേ, നമ്മുടെ FMനകത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റ്സ് ഇൻ ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ഏതാ? നമ്മുടെ ഈ ഒരു സെക്കൻഡ് ചാപ്റ്റർ ആയിരിക്കും ചോദിക്കുന്നത്, തിയറി. ഞാൻ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്തോന്ന് പറഞ്ഞത്. പ്ലസ് ഡേറ്റ അനലിറ്റിക്സിൽ നിന്നും ഒരു 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഇവിടെ ചോദിക്കാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇത് ഇപ്പം എന്താണ്, ഈ FMൻ്റെ ഈ ഒരു ഏരിയ എൻറ്റയർലി സ്കിപ്പ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ 2 മൊത്തത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് അടിക്കാം, ഒരു പ്രശ്നവും ഇല്ല. സോ ക്വസ്റ്റ്യൻ 2 ആണ് നിങ്ങൾക്ക് സ്കിപ്പബിളായിട്ട് ഞാൻ കാണുന്നത്. ഇനി അതല്ല, തിയറി പഠിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ FME നിന്ന് തിയറി പഠിച്ചിട്ട് നിങ്ങൾ എഴുതിക്കും, ഒരു കുഴപ്പമില്ല. പക്ഷേ ഞാൻ പറയുന്നു, നിങ്ങൾക്ക് ഏതെങ്കിലും സ്കിപ്പ് ചെയ്യണം എന്ന് മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ 2 ആയിരിക്കും അതിനുള്ള ഏറ്റവും ബെസ്റ്റ് ചോയ്സ്. നിങ്ങൾ വിചാരിക്കും ഞാൻ സ്കിപ്പ് ചെയ്യാനുള്ളതൊക്കെ പറഞ്ഞു തരാണെന്ന്. അല്ല, ബൈ ചാൻസ് എന്താണ് ഇങ്ങനെ ഒരു തോട്ട് മനസ്സിലുണ്ടെങ്കിൽ ചെയ്യുക. ഓക്കെ, ക്വസ്റ്റ്യൻ 3. ഇനി തൊട്ടങ്ങോട്ട് ക്വസ്റ്റ്യൻ 7 വരെ FM ആയിരിക്കും ചോദിക്കാൻ പോകുന്നത്. നോക്കിക്കേ, ക്വസ്റ്റ്യൻ 3 പ്രോബ്ലമാണ്. 2 FME തന്നെയാണ് വരുന്നത്. ക്വസ്റ്റ്യൻ 3യിലെ A പാർട്ട് വരുന്നത് റേഷ്യോ അനാലിസിസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. B പാർട്ടിൽ വരുന്നത് ഒന്നുകിൽ ഓൾട്ട്മാൻ സെറ്റ് സ്കോർ, അല്ലെങ്കിൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. കഴിഞ്ഞ എക്സാമിന് ചോദിച്ചത് ഓൾട്ട്മാൻ സെറ്റ് സ്കോർ ആയിരുന്നു. അധികം നമുക്ക് എന്താണ് തല പോയ്ക്കാതെ ഡയറക്റ്റ് നമുക്ക് ഫോർമുലയിൽ നിന്നെടുത്ത് വാല്യൂസ് എടുത്ത് ഫോർമുലയിലിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് ചെയ്യാവുന്നൊരു കാര്യമായിരുന്നു ഓൾട്ട്മാൻ സെറ്റ് സ്കോർ. 7 മാർക്ക് സുഖമായിട്ട് കിട്ടും. ക്യാഷ് ഫ്ലോയും ഫണ്ട് ഫ്ലോയും വരുമ്പോൾ കുറച്ച് മെനക്കേട്ടുണ്ട്, അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ വരുമ്പോൾ. ബട്ട് യെറ്റ് കഴിഞ്ഞ അറ്റംപ്റ്റിലെ ഓൾട്ട്മാൻ സെറ്റ് സ്കോർ ചോദിച്ചു. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ക്യാഷ് ഫ്ലോ ആയിരുന്നു ചോദിച്ചത്. ഓക്കെ, സോ ചാൻസ് തള്ളിക്കളയാൻ പറ്റത്തില്ല. ഇതിൽ 3-ൽ ഏതെങ്കിലും ഒന്നായിരിക്കും ക്വസ്റ്റ്യൻ ബി ആയിട്ട് വരുന്നത്. ക്വസ്റ്റ്യൻ എയിനെ പറ്റി പറയുമ്പോൾ ഡയറക്റ്റ് റേഷ്യോസ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ലീസ്റ്റ് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. ഏറ്റവും കൂടുതൽ വരുന്നത് മിസ്സിംഗ് ഫിഗേഴ്സ് കണ്ടുപിടിക്കാൻ. കുറച്ച് റേഷ്യോസ് തരും, അല്ലെങ്കിൽ കുറച്ച് ഡേറ്റ തന്നിട്ട് അതിൽ നിന്ന് മിസ്സിംഗ് ഫിഗേഴ്സ് കണ്ടുപിടിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് പൊതുവേ ചോദിക്കാറുണ്ട്. അതാണ് റേഷ്യോ അനാലിസിസ് വരുന്നത്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ 3 അതാണ് വരുന്നത്. ക്വസ്റ്റ്യൻ 4. ക്വസ്റ്റ്യൻ 4ൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ A പാർട്ടിൽ വരുന്നത് കോമൺ സൈസ് അല്ലെങ്കിൽ കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കാനായിരിക്കും. ഏറ്റവും ഈസി ആയിട്ടുള്ള ഏരിയ. ജസ്റ്റ് നമുക്ക് ഡേറ്റ തരും, നമ്മൾ അതുകൊണ്ട് പ്രിപ്പയർ ചെയ്ത് കൊടുത്താൽ മതി. അതിനകത്ത് പ്രത്യേകിച്ച് തല പോയിക്കാനുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. കോമൺ സൈസ് ഓർ കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, ഇത് 2-ൽ ഏതെങ്കിലും ഒന്നായിരിക്കും A പാർട്ടിൽ വരുന്നത്. B പാർട്ടിൽ വരാൻ പോകുന്നത് യൂഷ്വലി ചോദിച്ച് കണ്ടേക്കുന്നത് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓക്കെ, സോ നമ്മുടെ വെയിറ്റേജിലോട്ടൊന്ന് പോയേ.
ഞാൻ പഠിപ്പിക്കുമ്പോഴാണെങ്കിലും ഫസ്റ്റ് എടുക്കുന്ന ചാപ്റ്റർ അതാണ്. ഇതാണ് ഞാൻ ഫസ്റ്റ് പഠിപ്പിക്കുന്ന ചാപ്റ്റർ, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനകത്ത് തന്നെ എന്താണ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഉണ്ട്. അതിനകത്ത് തന്നെ 2 മെത്തേഡ്സ് ഉണ്ട്. ബുക്ക് വാല്യൂ മെത്തേഡ് ഉണ്ട്, മാർക്കറ്റ് വാല്യൂ മെത്തേഡ് ഉണ്ട്, പിന്നെന്താണ് മാർജിനൽ മെത്തേഡ് ഉണ്ട്. സോ നമ്മളിങ്ങനെ ഇതിൻ്റെ എല്ലാം ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് നോക്കിയിട്ടുണ്ട്. WACC കണ്ടുപിടിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ചോദിക്കും. പ്ലസ് ഈ ഇൻഡിവിജ്വൽ ഏരിയാസ് എന്ന് ഞാൻ പറഞ്ഞല്ലോ, MCQനകത്തുനിന്നുള്ള എന്താണ് വരുന്നത് അതും വേണമെങ്കിൽ MCQ ഫസ്റ്റ് പാർട്ടിനകത്ത് സെക്ഷൻ എയിൽ ചോദിക്കാം. ഓക്കെ അല്ലേ മക്കളെ? സോ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടും പഠിക്കണം. അത് കമ്പ്യൂട്ട് ചെയ്യാനുള്ളത് നിങ്ങൾ പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ MCQ ചെയ്യാനുള്ളത്. അപ്പോൾ ആ ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നിന്ന് തന്നെ ഒരു 10 മാർക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. സോ നിങ്ങൾ നോക്കിയേ, ഇവിടെ ഒരു 7 മാർക്കും വരും, ഒരു 2 മാർക്ക് വേണമെങ്കിൽ MCQനകത്തും പോവാം. കണ്ടോ, അങ്ങനെയാണ് പോകുന്നത്. ആൻഡ് കോമൺ സൈസ് ആൻഡ് കമ്പാരറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, അത് ഏറ്റവും എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾ വെയിറ്റേജ് നോക്കുകയാണെങ്കിൽ ഇത് നോക്കിയേ, ഈ റേഷ്യോ അനാലിസിസ്, ഓൾട്ട്മാൻ സെറ്റ് സ്കോർ, CFS, FFS, പിന്നെ ഇത്രയും കൂടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഒരു സിംഗിൾ ചാപ്റ്ററാണ്. ടൂൾസ് ഫോർ ഫിനാൻഷ്യൽ അനാലിസിസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്ത് വരുന്നതാണ് ഇതെല്ലാം. നോക്കിക്കേ, ഇതിനകത്ത് വരുന്ന 3rd ചാപ്റ്ററിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് എന്താണ്, ഈസിയാണ്, തല പോയിക്കാൻ വേണ്ട, നമുക്ക് 7 മാർക്ക് സുഖമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ദെൻ കമ്മിങ് ടു ക്വസ്റ്റ്യൻ 5. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ 2 കഴിഞ്ഞു, 3 കഴിഞ്ഞു, 4 കഴിഞ്ഞു. ക്വസ്റ്റ്യൻ 5ഉം പ്രോബ്ലം തന്നെയാണ് വരാൻ പോകുന്നത്. ഒരു 14 മാർക്കിൻ്റെ 7 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻസ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗിൽ നിന്ന് ചോദിക്കും. ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിനകത്ത് തന്നെ എന്താ വരുന്നത്, യൂഷ്വലി NPV IRR വെച്ചിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് ചോദിക്കാൻ പോകുന്നത്. നമുക്ക് തന്നെ അറിയാം, നമ്മൾ ക്ലാസ് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ മെഷീൻ, അതിപ്പോൾ എക്സിസ്റ്റിംഗ് മെഷീനെ റീപ്ലേസ് ചെയ്യണോ, പുതിയ മെഷീൻ വാങ്ങിക്കണോ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടല്ലോ, നമ്മൾ കുറേ ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ യൂഷ്വലി വരുന്ന കുറച്ച് ലെങ്തി ആയിട്ടുള്ള ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിനകത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. ചുമ്മാ നമ്മൾ ഈ ചെറിയ NPV കണ്ടുപിടിക്കുക, IRR കണ്ടുപിടിക്കുക, അങ്ങനത്തെ ലീസ്റ്റ് ക്വസ്റ്റ്യൻസ് അല്ല, കുറച്ചുകൂടെ കോംപ്ലക്സ് ക്വസ്റ്റ്യൻസ് നമുക്കിവിടെ എക്സ്പെക്റ്റ് ചെയ്യാം. ബഡ്ജറ്റിംഗ് അതൊരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്, ഫൈനലിലേക്ക് പോകുമ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ 6 വരുന്നതും നമുക്ക് നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് ചാപ്റ്റർ ഉണ്ടല്ലോ, അതിനകത്തുനിന്ന് ഒരു 14 മാർക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. സോ 7 മാർക്ക് വർക്കിംഗ് ക്യാപിറ്റലിലെ കമ്പ്യൂട്ടേഷൻ. ഓക്കെ, നമ്മൾ റോ മെറ്റീരിയൽ, ഫിനിഷ്ഡ് ഗുഡ്സ്, വർക്ക് ഇൻ പ്രോഗ്രസ്, ഡെറ്റേഴ്സ്, ഇതെല്ലാം കൂട്ടിയിട്ട് അതിനകത്തൊന്നും ക്രെഡിറ്റേഴ്സ് കുറയ്ക്കുമ്പോൾ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടും. അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും, സേഫ്റ്റി മാർജിൻ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടും. അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ A പാർട്ടിൽ വരുന്ന അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ. B പാർട്ടിൽ വരുന്നത് ഒന്നുകിൽ EOQൻ്റെ നമ്മുടെ റീഓർഡർ ലെവൽ, മാക്സിമം റീഓർഡർ ക്വാണ്ടിറ്റി, അതൊക്കെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ക്രെഡിറ്റ് പോളിസി ഇവാലുവേഷൻ, എത്ര ദിവസം കസ്റ്റമറിന് ക്രെഡിറ്റ് കൊടുത്താൽ നമ്മുടെ ബിസിനസ്സിന് അത് പ്രോഫിറ്റബിൾ ആയിരിക്കും എന്നുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ. സോ ഇതിലേതെങ്കിലും ഒന്നായിരിക്കും പാർട്ട് ബിയിൽ വരാൻ പോകുന്നത്. ഈ വർക്കിംഗ് ക്യാപിറ്റൽ കമ്പ്യൂട്ടേഷൻ ഫിക്സ്ഡ് ആണ്, അത് ഉറപ്പായിട്ടും ചോദിക്കും. ഓക്കെ, സോ അത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായല്ലോ ഏത് ഏരിയ ഫോക്കസ് ചെയ്യണം എന്നുള്ളത്. ക്വസ്റ്റ്യൻ 6 അങ്ങനെയാണ് വരുന്നത്. സോ അവിടെ നിന്ന് നമുക്ക് എന്താണ് 14 മാർക്കോ, നിങ്ങളിപ്പോൾ വെയിറ്റ് വെച്ച് നോക്കിയാൽ മക്കളെ, ഇവിടെ പറഞ്ഞേക്കുന്ന പോലെ തന്നെയാണ്. നോക്കിയാൽ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റിനകത്തുനിന്ന് 14 മാർക്ക് വരുന്നുണ്ട്, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ആണെങ്കിലും 14 മാർക്ക് വരുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ എന്താണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 10 മാർക്കാണ് പറഞ്ഞേക്കുന്നത്. 7 മാർക്ക് ഡിസ്ക്രിപ്റ്റീവിൽ വരുന്നുണ്ട്, 2 മാർക്ക് MCQയിൽ ചോദിക്കാമല്ലോ, 2 അല്ലെങ്കിൽ 4 മാർക്ക് MCQയിൽ ചോദിക്കാം അല്ലേ. സോ അങ്ങനെയാണ് നമ്മുടെ പാറ്റേൺ പോകുന്നത്. പിന്നെ വരുന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ 7. ഇത് വരുന്നത് നമ്മുടെ ഈ ചാപ്റ്റർ ഫിനാൻസിങ് ഡിസിഷൻ ഓഫ് എ ഫേം, ഈ ഒരു 7th മൊഡ്യൂളിൽ നിന്നായിരിക്കും അതിനകത്തുനിന്നുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത്. അതിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ ഡിവിഡൻഡ് ഡിസിഷൻ, ഒരു ക്വസ്റ്റ്യൻ ലെവറേജ് അനാലിസിസ്. ഇത് ഞാൻ പ്രീവിയസ് ഇയർ പാറ്റേൺ വെച്ചിട്ട് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. ഡിവിഡൻഡ് ഡിസിഷൻസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, ഉറപ്പായിട്ടും ചോദിക്കും. 2 ലെവറേജ് അനാലിസിസ്. ഇതിപ്പോൾ ഡിവിഡൻഡ് തന്നെ ആണെന്നൊരു നിർബന്ധവുമില്ല, ചിലപ്പോൾ ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസും ആകാം. കാരണം ഇതുവരെ ആ സാധനം ചോദിച്ചിട്ടില്ല. ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസ് ഇതുവരെ ചോദിക്കാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല.
പഠിച്ചു വെച്ചോണം. അതൊരു എന്താ പറയുക, ഇതുവരെ പൊട്ടിക്കാതെ വെച്ചേക്കുന്നൊരു പടക്കമാണത്. ഓക്കെ, സോ അത് എപ്പോൾ വേണേലും അവർക്കെടുത്ത് ചോദിക്കാം. ലെവറേജ് അനാലിസിസ് ആ കൂടെ നമുക്ക് എന്താണ് 3 ലെവറേജേ ഉള്ളൂ. ഓപ്പറേറ്റിംഗ് ലെവറേജ്, ഫിനാൻഷ്യൽ ലെവറേജ്, കമ്പൈൻഡ് ലെവറേജ്. ഇതിൻ്റെ ക്വസ്റ്റ്യൻസും എളുപ്പമാണ്. 7 മാർക്ക് സുഖമായിട്ട് കിട്ടും. എളുപ്പമല്ലേ മക്കളെ? ആ ഒരു രീതി നിങ്ങൾക്കറിയാം. നമ്മൾ എന്താണ് മെറ്റീരിയൽ പഠിച്ച രീതി തന്നെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. സോ ഇത്രയും പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾ നോക്കിക്കേ, ക്വസ്റ്റ്യൻ 2 നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ട് ബാക്കി ഇത്രയും നോക്കുവാണെങ്കിൽ, ഞാൻ പറഞ്ഞ മോഡൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ക്യാഷ് ഫ്ലോ ചിലപ്പോൾ ഇച്ചിരി പാടായിട്ട് തോന്നിയിരിക്കും. ഓക്കെ, ക്യാഷ് ഫ്ലോയുടെ 7 മാർക്ക് മാറ്റി നിർത്തി കഴിഞ്ഞാൽ റേഷ്യോ എളുപ്പമാണ്. 7 ഇവിടെ ഒരു 7, 14. ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങും വലിയ കുഴപ്പമില്ലാത്തൊരു ഇതാണ് 14. വർക്കിംഗ് ക്യാപിറ്റലും എളുപ്പമാണ് 14. ഇത് നിങ്ങൾക്ക് എളുപ്പമാണ്. ലെവറേജ് ഭയങ്കര എളുപ്പമാണ്, ഡിവിഡൻറ്റും എളുപ്പമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 14 × 4 + 7 അവിടെ തന്നെ എത്ര ആയി മക്കളെ? 63 മാർക്കായി. ഡിസ്ക്രിപ്റ്റീവിൽ നിന്ന് തന്നെ ഇങ്ങനെ പഠിച്ചു പോവുകയാണെങ്കിൽ അല്ലേ? ആലോചിച്ച് നോക്ക്. MCQനകത്ത് നിങ്ങളൊരു 12 ക്വസ്റ്റ്യൻ ശരിയാക്കുവാണെങ്കിൽ നിങ്ങൾക്കൊരു 24 മാർക്ക് ഇവിടെ സുഖമായിട്ട് കിട്ടുമല്ലോ. 24 കിട്ടും അല്ലയോ? അപ്പം അങ്ങനെയാണെങ്കിൽ ഒരു 87 മാർക്ക് ഇതിനോടകം നിങ്ങൾ സെക്യൂർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ BDA, കമ്മിങ് ടു BDA. BDAക്കകത്ത് ക്വസ്റ്റ്യൻ 8 വരുന്നത് ഫുള്ള് BDA ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ 8 വരുന്നത് ഫുള്ളി BDA ആണ്. BDAക്കകത്തുനിന്ന് നിങ്ങൾക്ക് ഇപ്പോൾ തിയറി പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇത് മൊത്തം പഠിച്ചോണം. കാരണം 4 ചാപ്റ്റർ 4 മണിക്കൂർ മതി പഠിക്കാൻ. ഓക്കെ, അപ്പം ഞാനിപ്പോൾ ആദ്യം പറഞ്ഞത് എന്താണ്, ഫുള്ളി പ്രോബ്ലം നോക്കുന്നവർക്ക്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് മൊത്തത്തിൽ ഒരു 87 മാർക്ക് കിട്ടും. ഇനി അതല്ലെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ചാപ്റ്റർ സ്കിപ്പ് ചെയ്യണം, വേറൊരു ചാപ്റ്റർ മൊത്തം സ്കിപ്പ് ചെയ്തെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഇവിടുന്ന് 63 തന്നെ കിട്ടും. BDA പഠിച്ചാൽ മതി. BDAക്കകത്തുനിന്ന് അവിടെ നിന്ന് ഒരു 14 മാർക്ക് കിട്ടും. BDAനെ പറ്റി പറയാനാണെങ്കിൽ എന്താ, നമ്മളുടെ ക്ലാസ് എടുത്തിട്ടുള്ളവർക്കാണെങ്കിൽ നമ്മൾ നോട്ട്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. BDAയുടെ ഫുൾ ഫ്ലെജ്ഡ് നോട്ട്സ് ഉണ്ട്. ഇതിനകത്ത് തന്നെ നമ്മളിതാ എല്ലാം കൂടെ മൊത്തം നമ്മുടെ മുഴുവൻ മെറ്റീരിയൽ എന്ന് പറയുന്നത് നമ്മളിതിനെ എല്ലാം ഭയങ്കര ഷോർട്ടാക്കി കോർ ഏരിയാസിനെയൊക്കെ നമ്മൾ ഒന്ന് ഹൈലൈറ്റൊക്കെ ചെയ്ത് പിക്ചേഴ്സൊക്കെ കൊടുത്ത് ഫ്ലോ ചാർട്ടൊക്കെ കൊടുത്ത് നമ്മളിതിനെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. 100-110 പേജുണ്ട് നമ്മുടെ ടെക്സ്റ്റിനകത്ത്. നമ്മുടെ മെറ്റീരിയലിനകത്ത് എല്ലാം കൂടെ 25 പേജേ ഉള്ളൂ. ഇത് മാത്രം പഠിച്ചാൽ മതി BDAക്ക്. സോ തിയറി പഠിക്കേണ്ടവർക്ക് വേണമെങ്കിൽ എന്താണ് BDA സെറ്റായിട്ട് പഠിക്കാം. 20 മാർക്ക് BDAക്കകത്തുനിന്ന് കിട്ടും. അതല്ല പ്രോബ്ലം പഠിക്കണം എന്നുള്ളവർക്കാണെങ്കിൽ എന്താണ് അങ്ങനെ നോക്കാം, വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ പറയുന്നത് എപ്പോഴും BDA പഠിച്ച് വെക്കുക. അധികം എഫേർട്ട് ഇല്ലാതെ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. 4 ചാപ്റ്റേഴ്സേ ഉള്ളൂ. ഈ 4 ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് എന്താണ് ഭയങ്കര സിമ്പിളാണ്. 3rd ചാപ്റ്റർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല അതിനകത്ത്. 3rd പിന്നെ 4th ചാപ്റ്ററൊക്കെ എളുപ്പമാണ്. അപ്പം മാനേജ് ചെയ്യുന്നു. BDA മൊത്തത്തിൽ 20 മാർക്കാണ് വെയിറ്റേജ് വരുന്നത്. അതിൽ 14 മാർക്ക് ഇവിടെയും വരും, ഒരു 6 മാർക്ക് ഇവിടെയും വരുന്നുണ്ട്, സെക്ഷൻ എയിലും വരുന്നുണ്ട്. അങ്ങനെയാണ് 20 മാർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ പോകുന്നത്. സോ BDA പഠിക്കുവാണെങ്കിൽ തന്നെ 20 മാർക്ക് ഇവിടെ സ്കോറായി കഴിഞ്ഞു. പിന്നെ ബാക്കി നിങ്ങൾ 20 മാർക്ക് അല്ലാതെ എഴുതിയെടുത്താലും മതി. സോ സേഫായിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ BDA എപ്പോഴും ഒരു ബാക്കപ്പാണ്. ഇൻ കേസ് നിങ്ങൾ വിചാരിച്ച പോലെ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ. സോ ഇതാണ് നമ്മുടെ സ്ട്രാറ്റജി. ഇനി നമ്മൾ പഠിച്ചു പോകുന്ന ഓർഡർ, എക്സാമിന് ഏതൊക്കെ ആദ്യം പഠിക്കണം എന്നുള്ളത്. നിങ്ങൾ പ്രോബ്ലം ഓറിയൻറ്റഡ് ആയിട്ടാണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ, അതായത് എനിക്ക് തിയറി ഒന്നും വേണ്ട പ്രോബ്ലം മതി എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കത് ഫസ്റ്റ് പഠിക്കാനുള്ളത് 1 കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അതിൽ തന്നെ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കുറേ ചെയ്ത് പഠിക്കണം. പിന്നെ ഇൻഡിവിജ്വലായിട്ട് ചെയ്യാനുള്ളതാണെങ്കിൽ നമ്മുടെ KD, KE, KP അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങളെന്താണ് ചെയ്ത് പഠിച്ചോണം. സെക്കൻഡ് വൺ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്.
അതിൽ തന്നെ ചുമ്മാ ചെറിയ ക്വസ്റ്റ്യനും കൊണ്ടിരിക്കരുത്. മറ്റേ പേ ബാക്ക് പീരീഡ്, ARR കണ്ടുപിടിക്കാൻ അങ്ങനത്തെ ചെറിയ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കാതെ അത് 1-2 എണ്ണം ചെയ്തിട്ട് നിർത്തുക. വലിയ വലിയ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. നമുക്കെപ്പോഴും വേർഡ് പ്രോബ്ലം ബേസ്ഡ് ആയിരിക്കും തരുന്നത്. ഒരു കമ്പനിയിൽ ഒരു മെഷീൻ ഉണ്ടായിരുന്നു, ആ മെഷീൻ്റെ യൂസ്ഫുൾ ലൈഫ് എന്ന് പറയുന്നത് 5 വർഷമായിരുന്നു. 5 വർഷം കഴിയുന്നതിന് മുന്നേ 3 വർഷമായപ്പോൾ അവർ വിചാരിക്കുന്നു മെഷീൻ റീപ്ലേസ് ചെയ്യണം, അതോ ഉള്ള മെഷീനെ തന്നെ റിപ്പയർ ചെയ്ത് മോഡിഫൈ ചെയ്യണോ. ഇങ്ങനത്തെ ടൈപ്പ് വേർഡ് പ്രോബ്ലം ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കൂടുതലും വർക്കൗട്ട് ചെയ്യണം. സോ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്, അതിൽ തന്നെ NPV, IRR ബേസ്ഡ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്ത് പഠിക്കണം. തേർഡ് വൺ, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്. ഇതിൽ തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ കമ്പ്യൂട്ടേഷൻ, ക്രെഡിറ്റ് റേറ്റിംഗ് നോക്കുന്നത്. ഓക്കെ, ക്രെഡിറ്റ് പോളിസി ഇവാലുവേഷൻ, EOQ. ഓക്കെ, ഇത്രയും വർക്കിംഗ് ക്യാപിറ്റലിനകത്ത് നോക്കണം. ഇതാണ് നമ്മുടെ A കാറ്റഗറി, ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഇത്രയും ഇത് ഫൈനലിലേക്ക് ആവശ്യമുള്ളതാണ്. അതുകൊണ്ടാണ് ഞാനിതിനെ A കാറ്റഗറി എന്ന് വിളിക്കുന്നത്. B കാറ്റഗറിയിലേക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, കോമൺ സൈസ്, കമ്പാരിറ്റീവ്. ഇത് 4ാമത് പഠിച്ചോണം. ഇത്ര ഇമ്പോർട്ടൻ്റാണ്. പിന്നെ നമ്മുടെ റേഷ്യോ അനാലിസിസും. ഓക്കെ, 5ാമത്തേത് ലെവറേജ് അനാലിസിസ്. പിന്നെ ഡിവിഡൻഡ് ഡിസിഷൻസ്, ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസ്. ക്യാപിറ്റൽ സ്ട്രക്ചർ ഇതുവരെ ചോദിച്ചിട്ടില്ല, പക്ഷേ എന്നാലും എന്താണ്, ആസ് എ ബാക്കപ്പ് വേണമെങ്കിൽ പഠിച്ചു വെക്കാം. ഇൻ കേസ് ചോദിച്ചാൽ പണി കിട്ടരുത്. പക്ഷേ ലെവറേജ് എന്തായാലും പഠിച്ചോണം. ലെവറേജ് ഇമ്പോർട്ടൻ്റ് ആണ്. ലെവറേജ് അനാലിസിസ്, പിന്നെ ഡിവിഡൻഡ് ഡിസിഷൻസ്, ക്യാപിറ്റൽ സ്ട്രക്ചർ. സീരീസ് 5. ഓക്കെ, B കാറ്റഗറി. ആൻഡ് C കാറ്റഗറിയിലേക്ക് വരുന്നതാണ് നമ്മുടെ BDA. പിന്നെ നമ്മുടെ എന്താണ് FM-ലെ തന്നെ ആ ഒരു തിയറി ചാപ്റ്റർ, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റ്സ് ഇൻ ഫിനാൻഷ്യൽ മാർക്കറ്റ്. ഓക്കെ, ഫിനാൻഷ്യൽ മാർക്കറ്റ്. ഓക്കെ, ഞാനിപ്പോൾ ഈ ഒരു പറഞ്ഞ വെയിറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം ഓറിയൻറ്റഡ് ആയ വ്യക്തിക്ക് പഠിക്കാനുള്ള ഒരു മെത്തേഡാണ്. ഓക്കെ, നിങ്ങൾ എന്താണ് പ്രോബ്ലം നന്നായിട്ടാണ് ഫോക്കസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓർഡറിൽ പഠിച്ചു പോവാം. ഓക്കെ, ഇനി അതല്ല, നിങ്ങളൊരു തിയറി ഓറിയൻറ്റഡ് വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തിയറി പഠിച്ചേ നിങ്ങൾക്ക് എഴുതാൻ പറ്റത്തുള്ളൂ എന്ന് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വൺ BDA പഠിച്ചോണം. BDAക്കകത്ത് 4 ചാപ്റ്റർ ഉണ്ട്. ആ 4 ചാപ്റ്ററും പച്ചവെള്ളം പോലെ പഠിച്ചോണം. നമ്മുടെ നോട്ട്സ് അല്ലെങ്കിൽ നോട്ട്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങളത് വെച്ച് പഠിച്ചാൽ മതി. BDA ഫസ്റ്റ് പഠിച്ചോണം. ദെൻ സെക്കൻഡ് വരുന്നത് നമ്മുടെ ബാക്കി ഓർഡർ തന്നെ, അതായത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ,
പിന്നെ ബഡ്ജറ്റിംഗ്, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്, അഞ്ച് കമ്പാരിറ്റീവ് അല്ലെങ്കിൽ കോമൺ സൈസ്, ആറ് പിന്നെ വേറെന്തായിരുന്നു, നമ്മുടെ ലെവറേജ്. നിങ്ങൾ നോക്കിയപ്പം BDA പഠിച്ചാൽ ഇവിടെ 20 മാർക്ക്, കോസ്റ്റ് ഓഫ് അക്കൗണ്ട് പഠിച്ച 7, 14, 14, 7, 7 മൊത്തം കൂട്ടി നോക്കിക്കേ. $69 മാർക്കായില്ലേ. സോ തിയറി ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചത് ഇങ്ങനെ എഴുതാൻ പറ്റും. പ്രോബ്ലം ഓറിയൻറ്റഡ് ആയ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നോക്കുവാണെങ്കിലും എന്താണ്, ഇതാ ഇവിടെ നമുക്ക് മാർക്കൊന്ന് കൂട്ടി നോക്കാം. 7, 14, 14, 14 എല്ലാം കൂടെ 14. ഓക്കെ, സോ ഇത് ഞാൻ ലാസ്റ്റല്ലേ പറഞ്ഞേക്കുന്നത്. സോ അത് വിട്ടേര്, തിയറി സ്കിപ്പ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് എന്താണ് ഒരു 63 വരും. BDA അല്ലെങ്കിൽ ബാക്കി MCQ കൂടെ കൂട്ടി വരുമ്പോഴത്തേക്കും, നമ്മൾ MCQ കൂട്ടാതെ പറഞ്ഞേക്കുന്നത്, MCQ കൂടെ കൂട്ടി വരുമ്പോഴത്തേക്ക് എന്താണ് നിങ്ങൾക്ക് എങ്ങനെ പോയാലും ഒരു 80+ പോകും. ഓക്കെ അല്ലേ മക്കളെ? സോ ഇതാണ് നമ്മുടെ പാറ്റേൺ. സോ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു PDF ഞാൻ വേണമെങ്കിൽ ഷെയർ ചെയ്യാം, നിങ്ങളതനുസരിച്ചിട്ട് നോക്കി പഠിച്ചാൽ മതി. ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ സെറ്റല്ലേ? സോ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഇനി പഠിച്ചു തുടങ്ങാത്തവരുണ്ടെങ്കിലും എന്താണ് ഇന്ന് തൊട്ട് പഠിച്ചു തുടങ്ങുക. ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് പോകാൻ പറ്റും. ഓൾ ദ ബെസ്റ്റ്. ബൈ.